ഹലോ, അപ്പം സൺഡേ ഫൺ ഡേ എന്നല്ലേ. അപ്പം നമ്മുടെ സൺഡേ ഒന്ന് ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. പെരിന്തപ്പള്ളി ഫോറസ്റ്റ് വാട്ടർഫോൾസിലേക്കാണ് ലൊക്കേഷൻ. അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഓൺ ദ വേ ആണ്. ഒരു സൺസെറ്റൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ ഇനിയും പെരിന്തപ്പള്ളി വാട്ടർഫോൾസിൽ എത്തിയിട്ടില്ല. പക്ഷെ പോകുന്ന വഴി തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം കിട്ടിയപ്പോൾ നമ്മളൊന്ന് വണ്ടി നിർത്തിയായിരുന്നു. ഇവിടെ കിട്ടിയിലാണ്, നല്ല വ്യൂ ആണ് ഇവിടെ. പിന്നെ നമ്മൾ ഓമി ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ്. ഓമിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുൾ ഓടി വരുന്നുണ്ട്. தமிழா கன்னடையா? தமிழா? இங்கே இருந்து வாக் பண்ணிட்டு போகணுமா? വാക്ക് പണിയിട്ട് വാട്ടർഫോൾസ് ഇருக்கு. അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ ഏകദേശം എത്താനായി. ഇവിടെ മൊത്തം വില്ലേജസ് ആണ്, കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവിടം വരെ നമുക്ക് റോഡ് വരുന്നുള്ളൂ. ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് വേണം, പിന്നെ കുറച്ച് ഓഫ് റോഡ്, അതായത് നമ്മൾ നടന്നിട്ട് വേണം പോകാനായിട്ട്. കുറച്ചൊരു 1/2 കിലോമീറ്റർ നടന്നാലാണ് നമ്മൾ പറഞ്ഞ ഈ ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇവിടെയുള്ള ഒരു അമ്മച്ചി നമ്മളോട് പറഞ്ഞു. അമ്മച്ചി അങ്ങനല്ല, അങ്ങനെയാണ് ഇവിടെയുള്ള ഒരു ആൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് കുറച്ച് വാക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ലൊക്കേഷനിലേക്ക്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഈ തമിഴ്നാട് കർണാടക ബോർഡറിൻ്റെ അടുത്താണ് വരുന്നത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ തമിഴിലാണ് സംസാരിക്കുന്നത്. പിന്നെ വണ്ടികളൊക്കെ കുറേ ഞാൻ കണ്ടത് TN എന്നുള്ള രജിസ്ട്രേഷനിലാണ് വരുന്ന വഴിയിലൊക്കെ. പിന്നെ ബോർഡുകളൊക്കെ തമിഴ്നാട് അതായത് തമിഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്, അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. അപ്പം ഇങ്ങനെ നടന്നിട്ട് വേണം പോകാനായിട്ട്. അവിടെയാണ് നമുക്ക് എത്തേണ്ട സ്ഥലം. ഇവിടെയൊക്കെ കുറേ പാടോ അതൊക്കെയുണ്ട്. നമുക്കിങ്ങനെ ചുറ്റിയിട്ട് വേണം പോകാനായിട്ട്. അരേ വാ, പച്ചപ്പും ഹരിതാപവും. ആയാ നീങ്ങിയാ? എടാ മങ്കി, ചോണനുറുമ്പ്. ശരിക്കും 1/2 കിലോമീറ്റർ എന്നാണ് നമ്മളെ മോളിൽ നിന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞത്. പക്ഷെ 1/2 കിലോമീറ്റർ അല്ല, അതിലും കൂടുതലുണ്ട് നടക്കാനായിട്ട്. നമ്മൾ ഏകദേശം എത്തി. നമുക്ക് ഇവിടുന്ന് വെള്ളം കാണാൻ പറ്റും. ലേക്കിതാ, ലേക്കല്ല, എന്താ പുഴ, ആ വാട്ടർഫോളിൻ്റെ ആ ഒരു പുഴയാന്ന് ഇവിടുന്ന് ഇങ്ങനെ വരുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ടെൻറ്റെല്ലാം ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവരിവിടെ സ്റ്റേ ആണോ അല്ല എന്താ എനിക്കറിയില്ല. പക്ഷെ ഒരു ടെൻറ്റെല്ലാം ഇട്ടിട്ട് അവരിങ്ങനെ ഒരു ഫാമിലി ആയിട്ട് വന്നെയാന്ന് തോന്നുന്നു, ക്യാമ്പ് ചെയ്യുന്നു. സൺസെറ്റെല്ലാം കഴിഞ്ഞു പോയി. നമ്മളെത്തുമ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഈ മരത്തിൽ ഞാൻ കയറാം, കയറാൻ പറ്റിയാൽ മതി. ഇതിൽ കയറാൻ പറ്റില്ല. നല്ല അടിപൊളി സ്ഥലമാണ്, ഒന്നും പറയാനില്ല. ഫുള്ളൊരു കാട്, കുറച്ച് ഇരുടും കൂടെ ആയതുകൊണ്ട് എന്തോ ഒരു വൈബ് ഉണ്ട്. ശരിക്കും നമ്മൾ സൺസെറ്റിനാന്ന് വിചാരിച്ചെങ്കിൽ ഈ ഒരു ഇരുണ്ട വൈബും നല്ല രസമുണ്ട്. സൺസെറ്റൊന്നും എനിക്ക് കിട്ടില്ല, പക്ഷേ എങ്കിൽ എന്തായാലും നമുക്ക് ആ വാട്ടർഫോളിൻ്റെ അടുത്ത് പോയേക്കാം. അവിടുത്തെ വൈബ് എന്താണെന്ന് അറിയില്ല, നോക്കി നോക്കാം. ഞാൻ ഓമീനെ നൈസായിട്ട് എൻ്റെ കസിൻ ബ്രദറിൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിഭു ആണ് ഓനെ അവിടെ നിന്ന് ഇവിടം വരെ കെയർ ചെയ്ത് വന്നത്. കണ്ട പെമ്പിള്ളേരൊക്കെ ഓമിയുടെ വയ്യ തന്നെയാണ്. എവിടെ പോയാലും ഓമിക്ക് ഫാൻസ്. എന്ത് രസമല്ലേ, ഫുൾ അവിടെ മൊത്തം കാടും പിന്നെ ഇവിടെ മൊത്തം ഇങ്ങനെ വെള്ളച്ചാട്ടവും പിന്നെ പുഴയും അങ്ങനെയായിട്ടൊക്കെ നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ വേറൊരു കാര്യമുണ്ട്, ഇവിടം വരെ നടന്ന് വന്ന് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടം വരെ കാറ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മളെ ശംഭു അന്ന് വഴി തെറ്റിച്ച് ഇവിടെ നടത്തിക്കൊണ്ട് ശംഭു ഇവൻ
നമ്മൾ എത്തുമ്പോഴേക്ക് കുറച്ചൊന്ന് ഇരുടായിപ്പോയി. പക്ഷേങ്കിൽ സിറ്റി ലൈഫ് എന്നൊക്കെ ഒന്ന് മാറി പീസ്ഫുള്ളായിട്ട് ചില്ലാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. നിങ്ങൾക്ക് ഇതേപോലത്തെ വേറെ സ്പോട്ട് അറിയുമെങ്കിൽ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യണേ.